ഇനി സഫീർ സാറിലേക്ക് പോവാം. സാർ ഈ ഒരു ടെക് ഡ്രിവൻ വേൾഡിലേക്ക് ക്യാമ്പസുകളെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാറിന് എന്താണ് ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാനുള്ളത്? ടാൽബോട്ടിന്റെ ഒരു കൈകടത്തിൽ എത്രത്തോളം എന്തൊക്കെയാണ്? അതെ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം വിദ്യാർത്ഥികളുടെ ഒരു സ്കിൽ സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ, അവർ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് കുട്ടികൾ. അപ്പൊ പലപ്പോഴും നമുക്ക് പറ്റിപ്പോകുന്ന ഒരു സംവിധാനം നമ്മുടെ നോളജിലേക്ക് അവർ ലിമിറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു സംഭവമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവര് എന്താണ് ഗ്ലോബൽ സിറ്റിസൺ ആണ്, അവർക്ക് ലോകം മുഴുവൻ അറിയാം. കാര്യം ഈ ടെക്നോളജി എത്രത്തോളം അവരുടെ കൈകളിലേക്ക് ഉണ്ടെന്ന് വെച്ചാൽ ലോകവും തമ്മിൽ ഇപ്പൊ അതിർത്തികളില്ലാത്തൊരു ലോകത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിദ്യാർത്ഥികൾക്ക് ഏത് രാജ്യത്തു നിന്നുള്ള ഇൻഫോർമേഷൻസും വളരെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇൻഫോർമേഷൻസിന് ഇപ്പൊ ഒരു ബാരിയർ ഇല്ല. അതായത് ഒരു ഇൻഫോർമേഷൻ പണ്ട് അധ്യാപകർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അറിവിനപ്പുറത്തേക്ക് അറിവ് ആർക്കും ഇല്ലായിരുന്നു. എന്തെങ്കിലും റെഫറൻസ് കേടായിരുന്നെങ്കിൽ അധ്യാപകർക്ക് പോയി ചോദിക്കണമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു സംവിധാനമില്ല. നമ്മൾ ഗൂഗിളിന്റെ ആ സെർച്ച് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ ചാറ്റ് ജിപിടിയുടെ കാലഘട്ടത്തിൽ ആയിക്കഴിഞ്ഞാൽ അതല്ലാതെ തന്നെ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അതായത് ഇപ്പൊ നമുക്കിപ്പോ യൂട്യൂബിൽ നല്ല ക്രിയേറ്റേഴ്സ് വളരെയധികം കൃത്യമായിട്ട് അവരെന്ത് ചെയ്യുന്നു, ഭയങ്കര അനലൈസ് ചെയ്ത് പ്രൊഫഷണൽ വീഡിയോസ് ആയിട്ട് കൊടുക്കുമ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇവർക്കൊരു വലിയ ഡീറ്റെയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായി കിട്ടുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്ക് ഇൻഫോർമേഷൻസ് ഉണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് അവരെ പ്രൊഡക്ഷൻസിലേക്ക്, എക്സിക്യൂഷൻസിലേക്ക് സാർ പറഞ്ഞതുപോലെ കുറച്ചും കൂടി റിയാലിറ്റി ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ആക്ടിവിറ്റീസ് ആണ് ഇപ്പൊ ഗവൺമെന്റ് ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. ഇപ്പൊ ക്യുസാറ്റ് പോലുള്ള യൂണിവേഴ്സിറ്റീസ് അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കുന്നത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോളേജുകളിൽ ഇപ്പം Tier 3 കോളേജുകൾ ഏറ്റവും അധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. Tier 2 ക്യാമ്പസുകൾ കുറച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, Tier 1 ക്യാമ്പസുകളിലാണ് പലപ്പോഴും കുറച്ചെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നത്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് ഇവിടെ നമ്മുടെ യൂത്തിന് 40% അൺഎംപ്ലോയ്മെന്റിലേക്ക് എത്തിയ ഒരു സ്റ്റേറ്റ് ആണ്. അപ്പൊ ഈ വിദ്യാർത്ഥികൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒന്നുകിൽ അവർ ജോബിലേക്ക് എത്തണം, അല്ലെങ്കിൽ അവർ ജോബ് ക്രിയേറ്റേഴ്സ് ആയിട്ട് മാറണം. അപ്പൊ ഇതിലേക്കുള്ള വഴികളാണ് സത്യത്തിൽ എന്ത് ചെയ്യേണ്ടത്, ക്യാമ്പസുകളിൽ വരേണ്ടത്. ഇപ്പൊ ടാൽഡ്രോപ്പിനെ സംബന്ധിച്ചിടത്തോളം ടാൽഡ്രോപ്പ് 2015 വോട്ട് ചെയ്യുമ്പോൾ 2017 ആദ്യമായിട്ട് നമ്മൾ ഇൻസ്പയർ ചെയ്തതും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ സിറ്റിക്കിലാണ്. സിറ്റിക്കിലേക്കാണ് ടാൽഡ്രോപ്പ് ഫസ്റ്റ് വരുന്നത്. ഓക്കെ, ഒരു ക്യാമ്പസിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അന്ന് സിറ്റിക്കിൽ വന്ന് ടാൽഡ്രോപ്പിന്റെ ടീം വരികയും അവിടെ ഒരു ഇൻക്യുബേഷന്റെ സപ്പോർട്ടോടുകൂടി ക്യുസാറ്റിൽ നിന്നുള്ള മാൻ പവറിനെ കണക്ട് ചെയ്തിട്ടാണ് ആദ്യത്തെ ഇൻഡസ്ട്രിയൽ ക്യാമ്പസ് തിരുവനന്തപുരത്ത് കൃഷ്ണവിലാസ് അപ്പർ പ്രൈമറി സ്കൂളിൽ ചെയ്യുന്ന ഇതേ ക്യുസാറ്റിലെ വിദ്യാർത്ഥികൾ തന്നെയാണ്. അപ്പൊ ക്യുസാറ്റുമായിട്ട് ടാൽഡ്രോപ്പിന് അത്രത്തോളം ഒരു ഒരു അഭേദ്യമായ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് നമ്മൾ അന്ന് കാണുമ്പോൾ ക്യുസാറ്റിലെ സിറ്റിക്ക് കേരളത്തിലെ ഒരു കോളേജിലും ഇല്ലായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അത് നമ്മൾ പലപ്പോഴും കുട്ടികളെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്ന സമയത്ത് അവർ പറയുന്ന വലിയൊരു ഇഷ്യൂ എന്താണ്, അറ്റൻഡൻസ് പോകുന്നതാണ്. പക്ഷെ അതേ സമയത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ക്യുസാറ്റിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ നമ്മുടെ KVUPSC ഇൻഡസ്ട്രിയൽ ക്യാമ്പസ് പ്രോജക്റ്റിലുണ്ട്. പക്ഷെ അവർക്ക് 25% അറ്റൻഡൻസ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ ക്യാമ്പസുകളോട് പറഞ്ഞു, നിങ്ങളും ഇതുപോലെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല എങ്കിൽ ഈ കുട്ടികൾ കേവലം അക്കാഡമിക്കിൽ മാത്രം നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കില്ല, ഇവർക്ക് ഇൻഡസ്ട്രി എന്താണെന്ന് മനസ്സിലാവില്ല, ഇൻഡസ്ട്രിയിൽ എന്തൊക്കെയാണ് നടക്കണേന്ന് അറിയില്ല. അതും കൂടി കണക്ട് ആയി വരണം എന്നുള്ളതാണ്. അപ്പൊ ഒരു മാൻ പവർ സൂപ്പർബ് ബ്രെയിനോടുകൂടി ഇന്റലിജന്റ് ആയിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അവർ സമൂഹത്തിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ക്യാപ്പബിൾ ആണ്. അവർക്ക് അത്യാവശ്യം ഇൻഫോർമേഷൻസ് ഉണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ, ഇനി അത് ചെയ്യാനുള്ള സാഹചര്യങ്ങളാണ് സത്യത്തിൽ ക്യാമ്പസുകൾ കൊണ്ടുവരേണ്ടത്. സാർ പറഞ്ഞതുപോലെ ഒരുപാട് പ്രൈവറ്റ് സെക്ടേഴ്സ് ഉണ്ട് ഇവിടെ. അവർക്ക് മാൻ പവർ വേണം, അവരുടെ ക്യാപിറ്റലും ഉണ്ട്. സ്വാഭാവികമായിട്ട് അവർക്കുള്ള മാൻ പവർ എവിടെ ഉണ്ട്, ഈ കോളേജുകളിൽ, ഈ യൂണിവേഴ്സിറ്റീസിലുണ്ട്. സ്വാഭാവികം ഇവരുടെ ക്യാപിറ്റൽ ഉണ്ട്. ഈ ക്യാപിറ്റൽ ക്യാമ്പസുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ പറയുന്ന ആശയം. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിന്റെ ഒരു മോഡലാണ് ടാൽഡ്രോപ്പ് എന്ത് ചെയ്തത് 2017 മുതൽ ടെക്കി സ്പാർക്ക് എന്നൊരു സംവിധാനം കാണിച്ചത്. കാര്യം നമുക്കറിയാം 1940-50 കാലഘട്ടങ്ങളിലാണ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നൊരു കോൺസെപ്റ്റ് സ്റ്റാൻഫോർഡിൽ ഫ്രെഡറിക് ടെർമാൻ എന്നുള്ള ഒരു അധ്യാപകൻ എന്ത് ചെയ്യുന്ന ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നത്. അവിടെയാണ് HP കമ്പ്യൂട്ടർ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന കാണുന്ന ഹ്യൂലറ്റ് പെക്കാർഡ് ഒക്കെ എന്ത് ചെയ്യുന്നത് ഉണ്ടായി വരുന്ന ഒരു സംവിധാനമുണ്ട്. പിന്നെ അത് വളർന്ന് സിലിക്കൺ വാലി ആയിട്ട് മാറുന്നു. പിന്നെ അവിടെ മാർക്ക് സുക്കർബർഗ് വരുന്നു, അല്ലെങ്കിൽ ജെഫ് ബെസോസ് ആമസോൺ ഉണ്ടാക്കുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പൊ ഒരു ഇൻഡസ്ട്രിയൽ പാർക്കിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഇൻഡസ്ട്രിയൽ പാർക്ക് എത്രത്തോളം, അത് നമ്മൾ ഓൾറെഡി ഒരു 50-80 വർഷം പിന്നിലാണ് എന്നുള്ളൊരു സംവിധാനമുണ്ട്. കാര്യം ഇപ്പം നമ്മൾ അങ്ങനെയാണല്ലോ, പാശ്ചാത്യർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതെ, നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പക്ഷെ ഇപ്പം വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. കാര്യം എല്ലാവർക്കും അതിന്റെ ക്ലാരിറ്റി കിട്ടി. കാരണം കുട്ടികൾ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ട് ഇറങ്ങിയിട്ടാണ് ജോബ് ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നത്. കാരണം ഇത്രയും പേർക്കുള്ള ജോബ് ഇവിടെ ഇല്ല. അപ്പൊ ഗ്ലോബൽ എക്കോണമി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയും ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ക്യാമ്പസുകളിൽ നിരന്തരം ഡിസ്കഷനിലേക്ക് വരികയും മറ്റു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, മറ്റു രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ക്യാമ്പസിൽ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ കുട്ടികൾ പതിയെ ചിന്തിച്ചു തുടങ്ങും. ഓക്കെ, ഞാൻ എന്റെ ഗ്രാജുവേഷൻ കഴിയുമ്പോൾ എന്തായിരിക്കണം ചെയ്യേണ്ടത്, എന്റെ എക്സ്പെർട്ടൈസ് എന്താണ്, എന്റെ സ്കിൽ സെറ്റ് എന്താണ്, ഞാൻ സൊസൈറ്റിയുടെ ഏത് പ്രോബ്ലമാണ് പരിഹരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ആ കുട്ടികൾക്ക് പറ്റും. അപ്പോൾ അധ്യാപകർ നല്ലൊരു മെന്റർ ആവുകയും നല്ല കോർഡിനേറ്റേഴ്സ് ആവുകയും
ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ ക്യാമ്പസിലേക്ക് കണക്ട് ചെയ്യുകയും വിദ്യാർത്ഥികൾ അക്കാഡമിക് അവർക്ക് തിയറി നല്ല തിയറിയാണ് സിലബസിൽ നിന്ന് കിട്ടുന്നത്, കൃത്യമായി കാഴ്ചപ്പാടുണ്ടാവുന്നുണ്ട് എന്താണ് സംഭവം. ആ തിയറിയെ പ്രാക്ടിക്കൽ ആക്കണമെങ്കിൽ, ജസ്റ്റ് വെറുതെ പഠിച്ചു വെക്കുന്നതിനപ്പുറത്തേക്ക് പ്രാക്ടിക്കൽ ആക്കണമെങ്കിൽ അവർ ഇൻഡസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. അപ്പൊ അത് അക്കാഡമിക് അല്ലെങ്കിൽ കോളേജസ് യൂണിവേഴ്സിറ്റീസ് മാത്രം വിചാരിച്ചാൽ അത് ആ ഒരു മാറ്റം വരില്ല. ഇൻഡസ്ട്രീസും കൂടി തയ്യാറാകണം, കമ്പനികളും കൂടി തയ്യാറാകണം. അവരുടെ ഒരു ക്യാപിറ്റലിന്റെ ഒരു ഭാഗം അവരെന്താണ് R&Dക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യാമ്പസിൽ ഇൻഡസ്ട്രി പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും, ഒപ്പം അവരുടെ കമ്പനികളിൽ ഈ ക്യാമ്പസുകൾക്കുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾക്കുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ അവരും കൂടി തയ്യാറാണ്. അവരും വിചാരിക്കുന്ന സംഭവം എന്താണ്, ഓക്കെ അവർക്ക് എല്ലാവർക്കും വേണ്ടത് റിസൾട്ട്സ് ആണ്, അതായത് എല്ലാം അറിയാവുന്ന ആളുകളെ വേണം. അത് ഉണ്ടാക്കാനുള്ള പ്രോസസ്സിൽ പലരും എന്താകുന്നില്ല, തയ്യാറാകുന്നില്ല. എന്നിട്ട് അവർ കംപ്ലൈന്റ് ചെയ്യണം, കമ്പനി കംപ്ലൈന്റ് ചെയ്യണം, നമുക്ക് വേണ്ട മാൻ പവർ കിട്ടുന്നില്ല. ചോദ്യമുണ്ടല്ലോ, അവർക്ക് വേണ്ട പ്രോജക്റ്റ് എന്താണെന്ന് അവർക്കറിയാം. ആ പ്രോജക്റ്റ് ചെയ്യാനുള്ള മാൻ പവർ ഉണ്ടാക്കുന്നതിൽ അവർ യൂണിവേഴ്സിറ്റിയുമായിട്ട് സഹകരിച്ച് എന്ത് പ്രോജക്റ്റ് ഉണ്ടാക്കി. കാര്യം എല്ലാ ബ്ലെയിമും കൂടെ കൊണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ മണ്ടയിൽ വെക്കുക എന്നുള്ളത് പോസിബിൾ അല്ലല്ലോ. കാര്യം എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളെ പല രാജ്യങ്ങളിൽ നിന്ന്, പല സ്റ്റേറ്റിൽ നിന്ന്, പല ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഓൺബോർഡ് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി കൊടുത്തു, അവരെ മെന്റർ ചെയ്യാനുള്ള അധ്യാപകർ ഉണ്ടാക്കി, അവരെ പ്രോപ്പർ ആയിട്ട് ഗൈഡൻസിനുള്ള സിലബസ് ഉണ്ടാക്കി, എല്ലാ സംവിധാനവും ചെയ്തു. ഇപ്പോഴത്തെ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്തു എന്നൊരു ചോദ്യമുണ്ട് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ പലപ്പോഴും ഞാൻ ഒരു പെർസ്പെക്റ്റീവ് ഇപ്പൊ ടാൽഡ്രോപ്പിന്റെ സ്റ്റേജിൽ നമ്മൾ പറയാറുണ്ട്, ഒരു സൈഡിൽ നിന്ന് മാത്രം നമ്മൾ കാര്യങ്ങൾ കാണരുത്. ഇപ്പൊ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് അല്ലെങ്കിൽ സിലബസിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് മാത്രം പറയാണ്ട് ഇപ്പുറത്തെ ഒരു സൈഡ് ഉണ്ട്. ഒരു സമൂഹത്തിലെ മാറ്റങ്ങൾ ഒരു വിഭാഗം വിചാരിച്ചാൽ മാറുന്നതല്ല, അത് എല്ലാവരും അതെന്ത് ചെയ്യണം, അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ്സ് എടുക്കണം. അപ്പൊ ടാൽഡ്രോപ്പ് മെയിൻ ആയിട്ട് സത്യത്തിൽ ക്യാമ്പസുകളോട് പറയുന്നതിനേക്കാളും കൂടുതൽ പറയുന്ന കമ്പനികളോടാണ്. നിങ്ങൾക്ക് വേണ്ട മാൻ പവർ ഇവിടെ സ്കൂളുകളിലുണ്ട്, കോളേജിലുണ്ട്, ഇവിടെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിലുണ്ട്. ഇവരെ നിങ്ങൾ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ഒരു ക്യാപിറ്റൽ മുടക്കിയേ പറ്റൂ. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ക്യാമ്പസുകളിലേക്ക് വന്ന് ഇൻഡസ്ട്രിയൽ പാർക്ക് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ കമ്പനിയിൽ ഇവർക്കൊരു സ്പേസും ഒരുക്കണം. ഇത് ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ യൂണിവേഴ്സിറ്റീസും ഒരു സൈഡിൽ എഫേർട്ട് എടുക്കുകയും കമ്പനികൾ മറുസൈഡിൽ എഫേർട്ട് എടുക്കുകയും ചെയ്യുമ്പോൾ മാത്രം ഉണ്ടാകുന്നതാണ് ഇമ്പാക്ട്. അതാണ് ആക്ച്വലി നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ്. അതെ, അതായത് ക്യാമ്പസും ഇൻഡസ്ട്രിയും തമ്മിലുള്ള ഒരു കണക്ഷൻ സ്ട്രോങ്ങർ ആക്കാനായിട്ട് നമ്മുടെ ടാൽഡ്രോപ്പിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എങ്ങനെയൊക്കെയാണ്? ഇപ്പൊ സാറ് പറഞ്ഞു ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിനുണ്ട്, നമുക്ക് ടെക്കീസ് പാർക്കുകളുണ്ട്, അതുപോലെ തന്നെ ടാൽഡ്രോപ്പിലേക്കും ഇൻഡസ്ട്രിയിലേക്കും ക്യാമ്പസുകൾ എത്തേണ്ടതുണ്ടല്ലോ. അതിനുവേണ്ടി ടാൽഡ്രോപ്പ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പൊ ശരിക്കും ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആശയം, നമ്മൾ ഒരു പ്രൈവറ്റ് കമ്പനി എന്നൊരു ആസ്പെക്റ്റിൽ ആണ് നമ്മൾ ഒന്നാമതായിട്ട് ചിന്തിക്കുന്നത്. നമുക്ക് അസറ്റ്സ് ബിൽഡ് ചെയ്യണം, നമ്മളൊരു ഡിജിറ്റൽ അസറ്റ് മേക്കിംഗ് കമ്പനിയാണ്. നമുക്ക് സമൂഹത്തിൽ നേരിടുന്ന ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യണം. ആ സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മാൻ പവറിനെ നമുക്ക് കണ്ടെത്തണം. ആ കണ്ടെത്തുക എന്നൊരു പെർപ്പസിലാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ക്യാമ്പസിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സ്കൂൾ മാനേജ്മെന്റിനോടും പറയും, ഇപ്പൊ നമ്മളൊരു സ്കൂളിൽ നമ്മുടെ ഇൻവെന്ററി പാർക്ക് എന്നൊരു പ്രോജക്ട് വരുമ്പോൾ, കോളേജിൽ ടെക്കീസ് പാർക്ക് എന്നൊരു പ്രോജക്ട് വരുമ്പോൾ നമ്മൾ ആ മാനേജ്മെന്റിനോട് സംസാരിക്കുന്നത് നമ്മൾ ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വന്നല്ല, നമ്മളൊരു എഡ്യൂക്കേഷൻ സ്ഥാപനമല്ല. നമ്മുടെ റിയൽ പർപ്പസ് നമ്മൾ അസറ്റ്സ് മേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, വേൾഡ് 193 രാജ്യങ്ങളിലേക്കുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ള പർപ്പസിലാണ് നമ്മൾ വരുന്നത്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി, ആ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യാൻ, ഇപ്പൊ നമ്മൾ അഗ്രിടെക് സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ അഗ്രികൾച്ചറിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരുപാട് എഞ്ചിനീയേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടെത്തണം. അപ്പൊ നമ്മൾ അഗ്രോ ലാബുകൾ ഉണ്ടാക്കി നമ്മൾ എന്താണ് കൊമേഴ്ഷ്യൽ ലെവലിൽ R&D പ്രോജക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബെസ്റ്റ് മാൻ പവറിനെ കിട്ടണം. ആ മാൻ പവറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻവെന്ററി പാർക്കിൽ സ്കൂളിൽ കണ്ടെത്തണം. അപ്പൊ ഒരു കുട്ടിക്ക് 11 വയസ്സേ ഉള്ളൂ, 12 വയസ്സേ ഉള്ളൂ. നമ്മൾ കാണുന്നത് ഈ കുട്ടി 8 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കൂടെ നിർത്തണം. ഈ കുട്ടിക്ക് ഒരു 20-21 വയസ്സാകുമ്പോഴാണ് ഈ മാൻ പവർ നമ്മുടെ കമ്പനിയിലെ അഗ്രികൾച്ചർ കമ്പനിയിലേക്ക് എന്ത് ചെയ്യുന്ന മാൻ പവർ ആയിട്ട് കിട്ടുന്നത്. അതല്ല നമ്മളിപ്പോ ഒരു ടെക്കീസ് പാർക്ക് എന്നൊരു പ്രോജക്ട് വരുമ്പോൾ അവിടെ നമ്മൾ രണ്ട് ആസ്പെക്ട് ആണ്. ഒന്ന് നമുക്ക് വേണ്ട എംപ്ലോയീസിനെ ജനറേറ്റ് ചെയ്യുക, രണ്ട് നമുക്ക് വേണ്ട സ്റ്റാർട്ടപ്പ് ഓണ്ടർപ്രണേഴ്സിനെ, ഫൗണ്ടേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ നമ്മൾ എന്താണ് ഒരു ആശയം പറയുന്നത്, ഒരു മെഡ്ടെക് സ്റ്റാർട്ടപ്പ്, ഇപ്പൊ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഒരു കോൺസെപ്റ്റ് വേൾഡ് വൈഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മൈൻഡ് സെറ്റ് ഉള്ള, അതിൽ നല്ലൊരു ഐഡിയ, ബിസിനസ് മോഡൽ, റവന്യൂ മോഡൽ ഉണ്ടാക്കാൻ കഴിയുന്ന, അതിന് നല്ല ടീം ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന, അതിന് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറും ലീഗൽ സപ്പോർട്ട് കൊടുത്ത് അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഓണ്ടർപ്രണർ മൈൻഡ് സെറ്റ് ഉള്ള ആരുണ്ട് ഈ ക്യാമ്പസിൽ. ഇതാണ് നമ്മുടെ ടെക്കീസ് പാർക്കിന്റെ പർപ്പസ്. അപ്പൊ ഇൻവെന്ററി പാർക്ക് കുറച്ച് ലോങ് ടൈം ആയിട്ട് ഫ്യൂച്ചർ മാൻ പവർ, ഒരു R&D മാൻ പവറിനെ ജനറേറ്റ് ചെയ്തെടുത്ത് നമ്മൾ എന്താണ് വലിയ പ്രോജക്റ്റുകളിൽ പോകാൻ വേണ്ടിയിട്ടുള്ളതും, കോളേജുകളിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് വേണ്ട മാൻ പവർ, ഒരു 2-3 വർഷത്തിനുള്ളിൽ നമുക്ക് വേണ്ട മാൻ പവറും ജനറേറ്റ് ചെയ്യണം, നല്ല സ്റ്റാർട്ടപ്സുകൾ നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടാക്കാൻ കഴിയണം. ഈ പർപ്പസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ക്യാമ്പസിലേക്ക് ചെല്ലുന്നത്. ഇതൊരു മോഡലായിട്ടാണ് നമ്മൾ പ്രൈവറ്റ് കമ്പനികളോട് പറയുന്നത്. ഇത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ റിയൽ പർപ്പസ്, ടാൽഡ്രോപ്പ് പറഞ്ഞ എന്താണ്, ടാലന്റുകൾ ഇവിടെ ആവശ്യത്തിലധികമുണ്ട്. ഇവരെ റോപ്പ് ചെയ്യണം, കണക്ട് ചെയ്യണം. ആ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ കഴിയണം. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം, വെറുതെ ടാലന്റുകളെ കണക്ട് ചെയ്താൽ പോരാ, അവർക്കുള്ള ഒരു എക്കോസിസ്റ്റം കൂടി, ആവാസ വ്യവസ്ഥയും കൂടി ഉണ്ടാക്കാൻ കഴിയണം. അപ്പൊ നമ്മൾ ഒരു മോഡൽ കാണിച്ചു കൊടുക്കുകയാണ്.
അപ്പൊ നമ്മൾ പറയുന്നത് നമ്മളൊരു പ്രൈവറ്റ് കമ്പനിയാണ്, ഒരു കൊമേഴ്ഷ്യൽ എൻറ്റിറ്റി ആണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് മേക്കിംഗ് ഇനിഷ്യേറ്റീവ് ആണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ പർപ്പസ് എന്താണ്? സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട് ആണ്. സൊസൈറ്റിയിൽ ഇമ്പാക്ട് ഉണ്ടാവും, എക്കണോമിക്കൽ ഇമ്പാക്ട് ഉണ്ട്. ഈ എക്കണോമിക്കൽ ഇമ്പാക്ട് ആണ് സസ്റ്റൈനബിലിറ്റി. നമുക്ക് നിലനിൽക്കണം. ഇപ്പൊ നമ്മളൊരു കോളേജിൽ പോയി നമ്മുടെ ഒരു പ്രോഫിറ്റിന്റെ ഒരു ഭാഗം വെച്ച് നമ്മളൊരു ടെക്കീസ് പാർക്ക് ചെയ്തെന്ന് വിചാരിക്കുക, അതുകൊണ്ട് ഇവിടെ നേട്ടം ഉണ്ടാവാൻ പോകുന്നില്ല. അത് ലൈഫ് ടൈം സസ്റ്റെയിൻ ചെയ്യാൻ അതിന്റെ ഓപ്പറേഷണൽ എക്സ്പെൻസ് ഉണ്ട്, അത് മാനേജ് ചെയ്ത് പോകാൻ കഴിയുന്ന ഒരു എക്കണോമിക്കൽ ഫേസും കൂടി അതിന്റെ അകത്ത് വേണം. പലപ്പോഴും നമ്മൾ സോഷ്യൽ ഇമ്പാക്റ്റിൽ മാത്രം ഒതുങ്ങി പോകുന്നുണ്ട്. സോഷ്യൽ ഇമ്പാക്ട്, അതുകൊണ്ടാണ് ചാരിറ്റി ഒരു പരിധിയിലധികം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. സത്യത്തിൽ ചാരിറ്റി ലോങ് ടൈം സസ്റ്റെയിൻ ചെയ്യില്ല. ഒരു സംവിധാനം സെൽഫ് സസ്റ്റൈനബിൾ ആയിട്ട് റൺ ചെയ്യണം. നമ്മളിപ്പോ ഒരു ക്യാമ്പസിൽ കൊണ്ടുവന്ന് ഒരു പ്രോജക്ട് ഇട്ടു, ടെക്കീസ് പാർക്ക് എന്നുള്ള ഒരു പ്രോജക്ട് ഇപ്പോൾ 1 കോടി മുടക്കി നമ്മൾ ചെയ്തു. ഈ 1 കോടി രൂപ മുടക്കി നിർത്തിയിട്ട് ആ പ്രോജക്ട് റെഡി ആകില്ല. അവിടെ പെർ മന്ത് ചിലപ്പോൾ 5 ലക്ഷം രൂപ ഓപ്പറേഷണൽ കോസ്റ്റ് ഉണ്ടാവും അതിങ്ങനെ റൺ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അതിന്റെ അകത്തേക്ക് ഇൻഡസ്ട്രിയൽ എക്സ്പോർട്സ് വരണം, ഓണ്ടർപ്രണേഴ്സ് വരണം, അതിന്റെ സ്റ്റാർട്ടപ്സുകൾ ഉണ്ടാവണം, അവിടെ എപ്പോഴും ആറാണ്ടി നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ അതൊക്കെ ഒരു റിയൽ ആയിട്ട് നടക്കണമെങ്കിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. ഈ സസ്റ്റൈനബിലിറ്റിക്ക് എന്ത് ചെയ്യും? അപ്പൊ സ്വാഭാവികമായിട്ട് 1 കോടി നമ്മൾ ഡൊണേറ്റ് ചെയ്ത് ടെക്കീസ് പാർക്ക് തുടങ്ങി എന്ന് വിചാരിക്കുക. പിന്നെ മന്ത്ലി ഓപ്പറേഷണൽ എക്സ്പെൻസ് 5 ലക്ഷം എവിടെ നിന്ന് കണ്ടെത്തും? ഓക്കെ, അത് കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ആര് ജീവൻ, ഇതിനൊരു സോൾവ് വേണമല്ലോ, ഇവിടെ കുറെ ആക്ടിവിറ്റീസ് നടക്കില്ല. ഇതൊക്കെയാണ് നമ്മൾ പലപ്പോഴും പിഴച്ചു പോകുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ. നമ്മൾ ചാരിറ്റി ആസ്പെക്ടിൽ കണ്ടാൽ ഇത് നടക്കില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നത് സോഷ്യോ ഡെവലപ്മെന്റ് വരണം, ഒപ്പം എക്കണോമിക്കൽ ഡെവലപ്മെന്റും കൂടി വരണം. അപ്പൊ ടാൽഡ്രോപ്പ് ഒരു മോഡൽ കാണിച്ചു കൊടുക്കുകയാണ്, ഒരു സോഷ്യോ എക്കണോമിക് മോഡൽ കാണിക്കാൻ. ഒരു ഇൻവെന്ററി പാർക്ക് എങ്ങനെയാണ് പ്രോഫിറ്റബിൾ ആയിട്ട് റൺ ചെയ്യുന്നത്? പർപ്പസ് എന്താണ്? അവിടെ നിന്ന് സയന്റിസ്റ്റുകൾ, ഇനി അടുത്ത CV രാമന്മാരും APJ അബ്ദുൽ കലാമാരും ഒക്കെ അവിടെ നിന്ന് ഉണ്ടാകണം. അതാണ് സ്കൂളുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കൂൾ സയന്റിസ്റ്റ് എന്നൊരു കോൺസെപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ഇൻവെന്ററി പാർക്ക് അവിടെ കൊണ്ടുവരണം. ഇൻവെന്ററി പാർക്ക് ഒരു പ്രോജക്റ്റും സ്കൂൾ സയന്റിസ്റ്റും കൊണ്ടുവരണം. അപ്പൊ നമ്മൾ ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതിൽ പ്രോഫിറ്റ് മേക്കിംഗ് ആയിരിക്കണം, എന്നാൽ അവിടെ കുട്ടികൾക്ക് അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ കഴിയണം. അപ്പൊ നമ്മൾ പലപ്പോഴും പറയുന്നത് R&D പ്രോജക്റ്റിന് പ്രോഫിറ്റ് ഉണ്ടാക്കത്തില്ല, പക്ഷെ R&D പ്രോജക്റ്റിന്റെ റിസൾട്ടിനാണ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇപ്പൊ നമ്മൾ 2017 ഒരു ക്യാമ്പസിൽ ഒരു ടെക്കീസ് പാർക്ക് ചെയ്തിട്ട് അന്ന് നമ്മൾ ആ മാൻ പവറിന് ഫ്രീ ആയിട്ടാണല്ലോ നമ്മൾ പഠിപ്പിക്കുന്നവരെ. ഇവരെ പഠിപ്പിച്ചു കഴിയുമ്പോൾ ഇന്ന് ആ മാൻ പവർ നമുക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട് 7 വർഷങ്ങൾക്ക് ഇപ്പുറം. ഇങ്ങനെ കമ്പനികൾ എന്ത് ചെയ്യാൻ കഴിയണം? അവർക്ക് എല്ലാവർക്കും കമ്പനിയുടെ ഒരു പോർഷൻ, ഒരു 10% അല്ലെങ്കിൽ 20% ഫണ്ട് കൃത്യമായിട്ട് ഫ്യൂച്ചറിൽ മാറ്റി വെക്കാനുണ്ട്. കാര്യം എല്ലാ കമ്പനികളും ഒരു 10-20% എന്താണ് മാർക്കറ്റിംഗിന് വേണ്ടി, 40% വരെ മാറ്റി വെക്കുന്നുണ്ട് മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട്. അപ്പൊ അതുപോലെ R&Dക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഈ R&D ഫണ്ടുകൾ ക്യാമ്പസുകളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മോഡലാണ് ആക്ച്വലി നമ്മൾ ഈ ടെക്കീസ് പാർക്കിലൂടെയും ഇൻവെന്ററി പാർക്കിലൂടെയും കാണിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ക്ലിയർ സർ. താങ്ക് യു സോ മച്ച്. ഇനി വീണ്ടും കിസാറ്റിലേക്ക് വരാം. സർ, കിസാറ്റില് നമുക്ക് വിദ്യാർത്ഥികൾക്ക് സ്റ്റാർട്ടപ്സ് തുടങ്ങുവാനും ഒരു റവന്യൂ കണ്ടെത്താനും ഒക്കെ ഒരു വലിയ അവസരമുണ്ട്. ഈവൻ ഫാക്കൽറ്റീസിലും അതിന്റെ ഭാഗമാകാൻ സാധിക്കും. എങ്ങനെയുണ്ട് വിദ്യാർത്ഥികളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ട്? എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നു? നമുക്ക് ഏതാണ്ട് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഏതാണ്ട് ഈ 200-നടുത്ത് വിദ്യാർത്ഥികൾ, 150-200 ഇടയ്ക്ക് വിദ്യാർത്ഥികൾ ഈ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി ചിലർ അത് കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്, ചിലർ അല്ലാതെ പിന്നെ വേറെ ജോലി കിട്ടിപ്പോയിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പലപ്പോഴും ഈ സസ്റ്റൈനബിലിറ്റി ഓഫ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന വലിയൊരു ഇഷ്യൂ ആണ്. ഇതിപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതാണ്. അത് നമ്മൾ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത സ്റ്റാർട്ടപ്പുകളൊക്കെ വിജയകരമായി മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്കെയിൽ ചെയ്ത് നല്ലൊരു പ്രൊഡക്റ്റാക്കി മാറ്റാൻ സാധിച്ചിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ എക്കണോമി എത്രയോ മടങ്ങ് വലുതായേനെ. അതിനുള്ള ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് അല്ലെങ്കിൽ ടെക്നിക്കൽ സപ്പോർട്ട് പിന്നെ പലപ്പോഴും കിട്ടുന്നില്ല. ക്യാമ്പസ് വിടുന്നതോടുകൂടി അത് വിടുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ഇന്നോവേഷൻ നടക്കുന്നില്ല. സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോഴുള്ള ടെക്നോളജി ആയിരിക്കില്ല ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ ആ ഒരു മാറ്റം നമ്മൾ അറിയാതെ, നമ്മൾ പുതിയ ഒരു ഡെവലപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റിലാണെങ്കിലും ഒക്കെ നമ്മൾ അറിയാതെ വരുത്തേണ്ടതായിട്ട് വരും. ഈ പുതിയ ടെക്നോളജികൾ അതിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളത് വരും. അപ്പോൾ നമ്മൾ നോക്കിയ ഫോണൊന്നും കാണുന്നില്ലല്ലോ, നോക്കിയ ഫോൺ ഇല്ലല്ലോ. അപ്പോൾ ഇതെന്തുകൊണ്ട നമ്മൾ ആ ഒരു ഇന്നോവേഷൻ അതിൽ വരുത്താത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു മാറ്റം വരുത്താൻ പലപ്പോഴും നമ്മുടെ സ്റ്റാർട്ടപ്പുകൾക്ക് കഴിയാത്തത് കൊണ്ടും മറ്റു പല കാരണങ്ങളും, ഈ പറയുന്ന ഒരു എൻവയോൺമെന്റ് തന്നെ അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ടും ഒക്കെ കൊണ്ട് നടക്കുന്നില്ല. പക്ഷേ ഇപ്പോഴും നമ്മൾ ഒരു 51 സ്റ്റാർട്ടപ്പുകൾ നമ്മൾ നടക്കുന്നുണ്ട്. അതിന് അവരെ പ്രൊമോട്ട് ചെയ്യുന്ന നിരവധി സ്കീമുകളുണ്ട്. നമുക്ക് ഈ സ്റ്റാർട്ടപ്പുകൾ പുറത്തുനിന്നുള്ളവർക്കാണെങ്കിൽ പോലും നമുക്ക് സ്റ്റാർട്ടപ്പുകൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റൂൾസ് വഴി, സംസ്ഥാന ഗവൺമെൻറ്റും അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുവഴി അവർക്ക് ഗ്രാൻറ്റുകൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് സ്പേസ് വളരെ ചെറിയ റെൻറ്റിന് നമ്മൾ കൊടുക്കുന്നുണ്ട് സ്റ്റാർട്ടപ്പുകൾക്ക്. ക്യാമ്പസിനകത്തുള്ള കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ റെൻറ്റില്ലാതെ അവർക്ക് ഈ സ്പേസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ
അതർ ഇൻസെൻറ്റീവായ അറ്റൻഡൻസ്, മാർക്ക്, ഇതൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഫാക്കൽറ്റികൾക്ക്, ഗവേഷക വിദ്യാർത്ഥികൾക്ക് ഒക്കെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിന് ഉള്ള സൗകര്യമുണ്ട്. ഈ ഫാക്കൽറ്റികളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവർക്ക് റവന്യൂ ക്രിയേറ്റ് ചെയ്താൽ ഇത് നമുക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നതിനൊക്കെ ഉള്ള ചില ഗവൺമെന്റിന്റെ നൂലാമാലകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്കൊരു കമ്പനി ഓൺ ചെയ്യാന്നുള്ള ഒരു സിസ്റ്റമായി. ഗവൺമെന്റ് ആളുകൾക്ക് വേറൊരു പ്രൈവറ്റ് കമ്പനി ഓൺ ചെയ്യാമോ ഇല്ലയോ എന്നുള്ള ഒരു വലിയ വിഷയമായിരുന്നു. അപ്പോൾ അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണെങ്കിലും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു അധ്യാപകനാണെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ എന്റർപ്രണറായി ഇരുന്നുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം അവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഫാക്കൽറ്റി സ്റ്റാർട്ടപ്പ് പോളിസി നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ ആ രീതിയിൽ മൊത്തത്തിലുള്ള മാറ്റം നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് മറ്റു മേഖലയിൽ നിന്നൊക്കെ ഈ സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് മേക്കർ വില്ലേജ് അവിടെയുണ്ട്, സ്റ്റാർട്ടപ്പ് മിഷൻ അവിടെയുണ്ട്. അവരുടെയൊക്കെ സഹായവും കൊച്ചി യൂണിവേഴ്സിറ്റിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച് സാർ. ചർച്ചയിൽ പങ്കെടുത്തതിൽ രണ്ടുപേർക്കും നന്ദി അറിയിക്കുകയാണ്. ഒപ്പം പ്രേക്ഷകർക്കും. വീണ്ടും കാണാം മറ്റൊരു അധ്യായത്തിലൂടെ. Until then, bye-bye. This is Reporter News Network.